സോ ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രിട്ടീഷ് എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് കർണാട്ടിക് വാർസ്, അതുപോലെ ബംഗാളിനെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കോൺക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ത്രൂ ദ ബാറ്റിൽസ് ഓഫ് പ്ലാസി ആൻഡ് ബക്സാർ. ആ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. 1757 പ്ലാസിയെ കുറിച്ചും 1764 ബക്സാറിനെ കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. അങ്ങനെ കർണാട്ടിക് വാർസിലൂടെ ബ്രിട്ടീഷുകാർ അവരുടെ സൗത്ത് ഇന്ത്യൻ ആധിപത്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നത് ബൈ ഡിഫീറ്റിംഗ് ദ ഫ്രഞ്ച് പവർ. സിമിലർലി ബംഗാളിന്റെ ഭാഗങ്ങൾ അവർ രണ്ട് യുദ്ധങ്ങളിലൂടെ കോൺകർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൈസൂർ ആൻഡ് മറാത്ത എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കുകളെ കുറിച്ചാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് ദിസ് മൈസൂർ കോൺക്വസ്റ്റ്. അതിനു മുമ്പ് എന്തായിരുന്നു മൈസൂരിന്റെ ഒരു ഡെവലപ്മെന്റ് എന്നുള്ളത് ഒരു മിനിമം പോയിന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് നമ്മൾ അറിഞ്ഞിരിക്കണം. വി ഓൾറെഡി നോ ദാറ്റ് കർണാടകയുടെ ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എംപയർ ആയിരുന്നു വിജയനഗര എംപയർ എന്നുള്ളത്. ആ വിജയനഗര എംപയർ എന്തുണ്ട്, ബൈ 1565 ബാറ്റിൽ ഓഫ് തളിക്കോട്ടിലൂടെ തകരാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ ബാറ്റിൽ ഓഫ് തളിക്കോട്ടിലൂടെ തകർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്ന വിജയനഗര അവസാനം 1612 AD ആകുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും വൂഡയാർ എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ നമ്മള് കർണാടകയുടെ ഒരു ഹിസ്റ്ററി പഠിക്കുന്നത് വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷമുള്ള ഒരു പീരീഡിലാണ് മോഡേൺസ് പഠിക്കുന്നത്. അപ്പോൾ വൂഡയാർ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി വരുന്നുണ്ട് മൈസൂർ കേന്ദ്രീകരിച്ചുകൊണ്ട്. ഓക്കെ, ആ മൈസൂർ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന വൂഡയാർ ഡൈനാസ്റ്റിയില് രാജാക്കന്മാരുണ്ടായിരുന്നുവെങ്കിലും രാജാക്കന്മാർ പലപ്പോഴും വീക്ക് ആയിരുന്നു എന്ന് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് 18ാം നൂറ്റാണ്ടിന്റെ തുടക്ക സമയത്ത് ബൈ ദ ഏർലി 18th സെഞ്ചുറി, അതായത് 1700കളിൽ എന്ത് കാണാൻ വേണ്ടി പറ്റും, രണ്ട് പ്രധാനപ്പെട്ട ബ്രദേഴ്സ് ഉണ്ട്. ഒന്ന് നഞ്ചരാജ്, ദേവരാജ്. ഇവരായിരുന്നു യഥാർത്ഥത്തിൽ അവിടുത്തെ ഡി ഫാക്ടോ റൂളേഴ്സ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഭരണം നടത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നഞ്ചരാജ് എന്ന് പറയുന്ന അടുത്ത സർവാധികാരിയായിരുന്നു, എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയായിരുന്നു. ആൻഡ് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ രണ്ട് ബ്രദേഴ്സ് നഞ്ചരാജ് ആൻഡ് ദേവരാജ് എന്ന് പറയുന്ന ഈ രണ്ട് ബ്രദേഴ്സ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ രാജാവായിട്ടുണ്ടായിരുന്ന ചിക്ക് രാജ വൂഡയാർ എന്ന് പറയുന്ന അദ്ദേഹത്തെ അവരുടെ കയ്യിൽ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഞ്ചരാജ് ദേവരാജ് തുടങ്ങിയിട്ടുള്ള ഈ ബ്രദർഹുഡ് ഇവരായിരുന്നു യഥാർത്ഥത്തില് ഈ വൂഡയാർ ഡൈനാസ്റ്റിയുടെ മുകളിലുള്ള എല്ലാ കൺട്രോൾസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈവൻ ചിക്കരാജ എന്ന് പറയുന്ന രാജാവിനെ പോലും അവരുടെ കയ്യിലാക്കി അവർ മാറ്റുന്നുണ്ട്. ആ ഒരു പോയിന്റ് ഒന്ന് അറിഞ്ഞിരിക്കും. നമ്മൾ ഈ 18ാം നൂറ്റാണ്ടിലെ മൈസൂർ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടുള്ള ഏതാ ചില കേസുകളാണ് പറയുന്നത്. വൂഡയാർ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു, വൂഡയാർ ഡൈനാസ്റ്റിയിലെ രാജാവ് വീക്കായിരുന്നു, അവിടുത്തെ മറ്റു ഫ്യൂഡൽസ് അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും മറ്റു നോബിൾസ് ആയിരുന്നു ഏറ്റവും പവർഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നമ്മൾ മാപ്പ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വി കൻ സീ ദാറ്റ് ഈ കർണാടകയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ മൈസൂരിന്റെ ഭാഗത്ത് വി ഹാവ് ദിസ് വൂഡയാർ ഡൈനാസ്റ്റി, അല്ലെങ്കിൽ മൈസൂർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ മൈസൂർ ഉണ്ടെന്ന് വിചാരിക്കാം. അതേ സമയത്ത് ഇതിന് തൊട്ട് മുകളിലായിട്ട് ആരുണ്ട്, നിസാമുമാരുണ്ട് അല്ലെ, അതായത് ഹൈദരാബാദിലെ റൂളേഴ്സ് ഉണ്ട്. അപ്പൊ ഹൈദരാബാദിലെ റൂളേഴ്സ് ആയിട്ട് നിസാമുമാരുണ്ട്. തൊട്ട് മുകളിലായിട്ട് ആരുണ്ട്, മറാത്ത സാമ്രാജ്യം ഉണ്ട്, മറാത്ത സാമ്രാജ്യം. അപ്പൊ ഇവർക്ക് ഇതിന്റെയൊക്കെ ചലഞ്ചുകൾ പരിഹരിക്കേണ്ടതുണ്ടായിരുന്നു. സോ വാട്ട് വി ക്യാൻ സി, ഈ മൈസൂർ കിങ്ഡത്തിൽ അണ്ടർ വൂഡയാർ ഡൈനാസ്റ്റി വി ക്യാൻ സി ദ റിപ്പീറ്റഡ് ഇൻകർഷൻസ് ഓഫ് ദിസ് മറാത്താസ് ആൻഡ് നിസാംസ് ട്രൂപ്സ്. അങ്ങനെ ഈ നിസാമുമാരും മറാത്തന്മാരും ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ഇൻവേഷൻ നടത്തിക്കൊണ്ടിരുന്നു ഈ ബോർഡർ റീജിയൻസിൽ. അപ്പൊ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യാൻ വേണ്ടി മൈസൂർ കിങ്ഡത്തിന് ഒരുപാട് പൊളിറ്റിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ചലഞ്ചുകൾ ഉണ്ടായിരുന്നു. അത് അവരെ എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി തകർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്നിട്ട് ഒരു രാജാവായിട്ട് വരാൻ വേണ്ടി പോകുന്ന ഹൈദർ അലി വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ 1761 ഹൈദർ അലി ആദ്യം ഒരു മിലിറ്ററി കമാൻഡർ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നീട് എന്ത് ചെയ്തു, ഈ രാജാക്കന്മാരും കാര്യങ്ങളൊക്കെ വീക്കായി തുടങ്ങിയ ഒരു സമയത്ത് 1761 കൂടെ ഈ മൈസൂർ കിങ്ഡത്തിന്റെ അധികാരം ആദ്യം ഏറ്റെടുക്കുകയാണ്. ഹെൻസ് ബിക്കേം ദ ഡി ഫാക്ടോ റൂളർ, മീനിങ് ദ റിയൽ റൂളർ. വാട്ട് വി കൻ സി, ദ മൈസൂർ സുൽത്താൻ ആയിട്ട് ആര് വരാൻ വേണ്ടി പോവുകയാണ്, ഹൈദർ അലി വരാൻ വേണ്ടി പോവുകയാണ്. സോ ഫസ്റ്റ് നമ്മൾ ഹൈദർ അലി, പിന്നീട് വരുന്ന ആളാണ് ആര്, ടിപ്പു സുൽത്താൻ. ഈ രണ്ടാൾക്കാരെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന രീതിയിലാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, വിജയനഗര സാമ്രാജ്യത്തിന്റെ അവസാനം മുതൽക്ക് പിന്നീട് വൂഡയാർ ഡൈനാസ്റ്റി, അതിലേറ്റം ചില വീക്ക്നെസ്, ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഹൈദർ അലി എന്ത് ചെയ്യാണ് 1761 മൈസൂർ സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് മാറുകയാണ്. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ ആദ്യമായിക്കൊണ്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഹൈദർ അലിയും ടിപ്പു സുൽത്താനും ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമുക്ക് ഈ പിക്ചർ കാണാൻ വേണ്ടി പറ്റും. പിക്ചർ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇൻ ദാറ്റ് സെൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില പ്രദേശങ്ങൾ, ഇവിടെ മലബാർ എന്ന് പറയുന്ന പ്രദേശം ഉണ്ടല്ലേ, നമ്മുടെ കേരളത്തിന്റെ ഭാഗമാണ്, ഒന്ന് അറിഞ്ഞിരിക്കണം, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. സൗത്തിൽ ട്രാവങ്കൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. നമ്മുടെ കേരള ഹിസ്റ്ററിക്ക് പഠിക്കുന്ന സമയത്ത് 18ാം നൂറ്റാണ്ടിലെ മലബാർ, ട്രാവങ്കൂർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് മൈസൂരുമായിട്ട് കണക്ഷൻ ഉണ്ട്. കാരണം നമ്മുടെ 18ാം നൂറ്റാണ്ടിന്റെ സമയത്ത് കേരളത്തിലോട്ടും ഏതായാലും മൈസൂർ ഇൻവേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മറ്റു ചില പ്രദേശങ്ങൾ നോക്കി, സെരിംഗപട്ടണം എന്ന് പറയുന്ന ശ്രീരംഗപട്ടണം.
ഓക്കെ, ഈ ഒരു പ്രദേശം കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ നോക്കി, ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു കിങ്ഡം ആയിരുന്നു മൈസൂർ എന്ന് പറയുന്നത്. അവർ പിന്നീട് മലബാറിലോട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് കോസ്റ്റൽ ആക്സസ് എല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ബാക്കി പോയിന്റ്സ് നമുക്ക് ഓരോന്ന് പറയുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആംഗ്ലോ മൈസൂർ വാറുകളെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം ഈ ആംഗ്ലോ മൈസൂർ വാറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാര് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ചിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബേസിക്കലി ദർ ആർ 4 ആംഗ്ലോ മൈസൂർ വാർസ്. 4 ആംഗ്ലോ മൈസൂർ വാറുകൾ ഉണ്ട്. അപ്പൊ ഓരോന്നും അതിന്റെ പീരീഡ്, അതിന്റെ കാരണം, റിസൾട്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്തുകൊണ്ട് നല്ലതാണ്. ഒന്നാമത്തെ ആംഗ്ലോ മൈസൂർ വാർ, ഇംഗ്ലീഷുകാരും മൈസൂരും തമ്മിലുണ്ടായ യുദ്ധം നടക്കുന്നത് 1767 മുതൽ 69 വരെ 2 വർഷത്തെ ഒരു പീരീഡിലാണ്. അപ്പൊ നോക്കി, നമ്മൾ പറഞ്ഞു 1761 ഹൈദരലി എന്ത് ചെയ്യുന്നുണ്ട്, മൈസൂറിന്റെ ഹെഡ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഹൈദരലി പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുണ്ടായിരുന്ന മൈസൂർ കിങ്ഡത്തിന് ഒരു കോസ്റ്റൽ ആക്സസ് കിട്ടണം എന്ന രീതിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, 1766 മുതൽക്ക് മലബാർ കോൺക്വസ്റ്റ് നടത്തുന്നുണ്ട്. സോ വാട്ട് വി കൻ സി, മലബാറിലെ ഹൈദരലി കോൺക്വസ്റ്റ് നടത്തിയപ്പോ മലബാറിലും ബ്രിട്ടീഷുകാരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി തലശ്ശേരി പോലുള്ള ഭാഗങ്ങളിൽ. അപ്പോൾ അവർക്ക് തമ്മിൽ ഒരു കോൺഫ്ലിക്ട് നടക്കുന്നുണ്ട്. അത് കാരണമാക്കിക്കൊണ്ടാണ് ഒന്നാമത്തെ ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നത്. അപ്പൊ രണ്ടുപേരുടെയും ഒരു എക്സ്പാൻഷണറി പോളിസിയുടെ ഭാഗമായിട്ടാണ് ഒന്നാമത്തെ ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ 2 വർഷമാണ് യുദ്ധം നീണ്ടു നിൽക്കുന്നത്. ഒന്നാമത്തെ ഒരു യുദ്ധത്തിൽ ഹൈദരലി ഭയങ്കര പവർഫുൾ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്, ഈ ഒന്നാമത്തെ യുദ്ധം ദാറ്റ് വാസ് ഫേവറബിൾ ടു മൈസൂർ കിങ്ഡം, അല്ലെങ്കിൽ ഹൈദരലിക്ക് ഫേവറബിൾ ആയിരുന്നു ഒന്നാമത്തെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്നാലും 1769 ഒരു യുദ്ധം അവസാനിപ്പിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്. അതാണ് ട്രീറ്റി ഓഫ് മദ്രാസ് എന്ന് പറയുന്നത്. അപ്പൊ മദ്രാസ് നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് അല്ലെ. അപ്പൊ മദ്രാസിൽ വെച്ചിട്ട് ഒരു ട്രീറ്റി ഇവർ സൈൻ ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പറഞ്ഞു, തൽക്കാലം നമുക്ക് കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് നിർത്താം എന്ന രീതിയിൽ രണ്ടു കൂട്ടരും സമ്മതിക്കുന്നുണ്ട്. ഇനി അതേ സമയത്ത് നമുക്കറിയാം, ഇവിടെ ജസ്റ്റ് നമ്മൾ മാപ്പിൽ നിന്ന് വരക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്, മൈസൂർ കിങ്ഡം ഉണ്ട്. അതേ സമയത്ത് ഇവിടെ മദ്രാസ് ഉണ്ട്. അപ്പൊ ഇനി മദ്രാസിലാണ് ഇംഗ്ലീഷുകാരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ളത്, ഇവിടെ മൈസൂർ കിങ്ഡം ഓഫ് ഹൈദരലി ഉണ്ട്. അവരുടെ ഈ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ, ട്രീറ്റി ഓഫ് മദ്രാസിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഈ ഹൈദരലിയെയോ അല്ലെങ്കിൽ മൈസൂർ കിങ്ഡത്തെയോ ഇംഗ്ലീഷുകാരെയോ മൂന്നാമതൊരു പാർട്ടി അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറയുകയുണ്ടായി. പക്ഷെ ഇത് എന്ത് പോകുന്നില്ല, ഈ ട്രീറ്റി ഓഫ് മദ്രാസ് ഇവര് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം അടുത്തൊരു യുദ്ധത്തിൽ അല്ലെങ്കിൽ അടുത്തൊരു ഫേസിൽ നമുക്ക് ഇതിന്റെ ഒരു നെഗറ്റീവായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതാണ് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറിന് നയിക്കുന്നത്. ഈ സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ ഉള്ളത് നോക്കിയാൽ ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ടാണ്, 1780 മുതൽ 1784 വരെ ഒരു 4 വർഷത്തെ പീരീഡിലാണ് ഇത് നടക്കുന്നത്. ഇതിന്റെ വൺ ഓഫ് ദി റീസൺ ആയിട്ട് പറയുന്നത്, നമ്മൾ പറഞ്ഞു 1769 ട്രീറ്റി ഓഫ് മദ്രാസ് സൈൻ ചെയ്തു. അതില് മൂന്നാമതൊരു പാർട്ടി ഈ രണ്ടു കൂട്ടർ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നോക്കി, 1771 ഈ ട്രീറ്റി നടന്നിട്ട് 2 വർഷമാകുന്നുണ്ട്. ആ സമയത്ത് മറാത്ത എന്ത് ചെയ്യുന്നുണ്ട്, മൈസൂർ കിങ്ഡത്തെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാർ ആ സമയത്ത് സൈലന്റ് പോളിസിയാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ നല്ല കൂടാണെങ്കിൽ കൂടിക്കോട്ടെ എന്ന രീതിയിൽ. അപ്പൊ സൈലന്റ് ആണ്. പക്ഷെ അത് നോക്കിയാൽ ദാറ്റ്സ് എ വയലേഷൻ ഓഫ് ദ ട്രീറ്റി ഓഫ് മദ്രാസ് അല്ലെ. മദ്രാസ് ട്രീറ്റിയെ വയലേറ്റ് ചെയ്യുന്നതിന് തുല്യമായിരുന്നു അത് എന്നുള്ളത് ഒരു പോയിന്റ്. അതാണ് അതിന്റെ റീസൺ ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് അതാണ്. രണ്ടാമത് പറയുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. 1774 മുതൽ നമുക്ക് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കാണാൻ വേണ്ടി പറ്റും. അതായത് അമേരിക്കയിലെ ബ്രിട്ടീഷ് കോളനികൾക്കെതിരെ നടക്കുന്ന യുദ്ധമാണെന്ത്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് എതിരായതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ജനതയെ ആര് സഹായിക്കുന്നുണ്ട്, ഫ്രഞ്ചുകാര് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഫ്രഞ്ചുകാരുടെ ബാക്കിയുള്ള രാജ്യങ്ങളിലെ, ലോകത്തുള്ള ബാക്കിയുള്ള രാജ്യങ്ങളിലെ ഫ്രഞ്ചുകാരുടെ കോളനികള് അവര് എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷുകാർക്കെതിരെ യുദ്ധം നടത്താനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ കർണാട്ടിക് വാർ പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നില്ല, കർണാട്ടിക്കിൽ എന്തുണ്ട്, ഫ്രഞ്ചുകാരുണ്ടായിരുന്നു, ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് എവിടെയൊക്കെ ഇംഗ്ലീഷുകാരുണ്ടോ അവർക്കൊക്കെ ചലഞ്ചായിട്ട് ഫ്രഞ്ചുകാർ മാറുന്ന രൂപത്തിലോട്ട് മാറിയപ്പോ അന്നത്തെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആയിട്ടുണ്ടായിരുന്ന വാരൻ ഹാസ്റ്റിങ്സ് അദ്ദേഹം എന്ത് പറഞ്ഞു, മാഹി പിടിച്ചെടുക്കണം എന്നുള്ളത്. നമുക്ക് മാഹിയെ കുറിച്ച് ആദ്യം പരിചയപ്പെടാം. നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെ വരക്കുവാണെന്നുണ്ടെങ്കിൽ ഹിയർ വി ക്യാൻ ഹാവ് അവർ സ്റ്റേറ്റ് കേരള. ഈ കേരളത്തില് കണ്ണൂരിലുള്ള ഒരു കോസ്റ്റൽ പോർട്ടാണെന്ത്, മാഹി എന്ന് പറയുന്നത്. ഈ മാഹി ബേസിക്കലി ഫ്രഞ്ച് സെറ്റിൽമെന്റ് ആണ്. ഇവിടെ നമ്മൾ പോണ്ടിച്ചേരി എന്ന് പറയുന്നത് പോലെ കുറച്ച് നോർത്തിലാണ്, എന്നാലും കുറച്ച് പോണ്ടിച്ചേരി എന്ന് പറയുന്നത് പോലെ ഇതാണ് ഫ്രഞ്ചിന്റെ മെയിൻ സെറ്റിൽമെന്റ്. അതേസമയത്ത് വെസ്റ്റ് കോസ്റ്റിൽ ഉണ്ടായിരുന്ന ഫ്രഞ്ചുകാരുടെ സെറ്റിൽമെന്റ് ആണ് മാഹി എന്നുള്ളത്. ഈ മാഹി എന്ന് പറയുന്നത് ബേസിക്കലി ഫ്രഞ്ചുകാരുടേതാണെങ്കിലും ഇത്
മൈസൂർ കിങ്ഡത്തിന്റെ പ്രൊട്ടക്ഷന് കീഴിലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി ക്യാൻ സി, ഫ്രഞ്ചുകാരും ഹൈദരലിയും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അത് പിന്നീട് ടിപ്പു നിലനിർത്തുന്നുണ്ട്. അപ്പോ മലബാർ എന്ന് പറയുന്ന പ്രദേശം ആരുടെ കയ്യിലാണ് ഇപ്പൊ ഉണ്ടായിരുന്നത്? മൈസൂർ കിങ്ഡത്തിന്റെ കീഴിലാണുള്ളത്, ഹൈദരലിയുടെ കീഴിലാണുള്ളത്. ആ മലബാറിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് മാഹി. ആ മാഹി പ്രൊട്ടക്ട് ചെയ്യൽ ആരുടെ ഉത്തരവാദിത്തമായിരുന്നു? മൈസൂർ കിങ്ഡത്തിന്റെ, അല്ലെങ്കിൽ ഫ്രഞ്ചുകാരുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്ന മൈസൂർക്കാരുടെ ഒരു പോളിസി ആയിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന ആള് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആണ്. മൂപ്പൻ എന്ത് പറഞ്ഞു? മാഹി പിടിച്ചെടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കി, അത് മൈസൂർ കിങ്ഡത്തിന്റെ പ്രൊട്ടക്ഷന് ചലഞ്ചാണ്. സോ വാട്ട് വി ക്യാൻ സി, അങ്ങനെ എന്ത് ചെയ്യാണ്, രണ്ടാമത് ആംഗ്ലോ മൈസൂർ വാർ ആരംഭിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിൽ മൈസൂർക്കാരുടെ റോക്കറ്റും കാര്യങ്ങളെല്ലാം വിടുന്നുണ്ട്. ബ്രിട്ടീഷുകാർ പേടിച്ചു പോയ ഒരു നിമിഷം. ബാറ്റിൽ ഓഫ് കൊള്ളിലൂർ എന്ന് പറയുന്ന 1850 ഒരു യുദ്ധത്തില് മൈസൂർ റോക്കറ്റ്സ് കണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ പേടിച്ചു പോകുന്നുണ്ട്. ലോകത്തിൽ തന്നെ ഇത്രയും വലിയ റോക്കറ്റ് സിസ്റ്റത്തിലൂടെ അറ്റാക്ക് നടത്തുന്നത്, അത്രയും വലിയൊരു മിലിറ്ററി ടെക്നോളജി ഇൻവേഷൻ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് നേരിടുന്നതും ഈ ഒരു യുദ്ധത്തിലാണ്. അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ സമയത്ത് ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സമയത്ത് മൈസൂർ കിങ്ഡം മറാത്താസുമായിട്ടും ഹൈദരാബാദുമായിട്ടും ഒരു ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അലയൻസ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഒരുമിച്ച് നിന്നിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർക്കാർക്കോ മറാഠക്കാർക്കോ ഹൈദരാബാദിലെ നിസാമിനോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ് മൂലം ഇവരെപ്പോഴും ബ്രിട്ടീഷിന്റെ സഹായം ചോദിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ രണ്ടാമത്തെ യുദ്ധത്തിൽ, ആംഗ്ലോ മൈസൂർ വാർ യുദ്ധത്തില് ഹൈദരലിയുടെ ഒരു നെഗോഷിയേഷന്റെ അടിസ്ഥാനത്തിൽ, ഒരു ഡിപ്ലോമാറ്റിക് ഡീലിംഗ്സിന്റെ അടിസ്ഥാനത്തിൽ മറാത്താസിനെ ഹൈദരാബാദിനെ തന്റെ കൂടെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോ എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? യുദ്ധം ചെയ്യുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ ഈ സമയമാകുമ്പോഴേക്കും ഏകദേശം ഭയങ്കര പവർഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഹെൻസ് ദേ ബ്രോക്ക് ദാറ്റ് അലയൻസ്. ഇവരുടെ ഒരു അലയൻസ് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരെ പോർട്ടോനോവോ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചെല്ലാം പരാജയപ്പെടുത്തുന്നുണ്ട്. യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലും 1852 ആകുമ്പോഴേക്കും ഹൈദരലി മരിക്കുന്നു. ഹൈദരലി മരിച്ചു. ഇനി ആർക്കാണ് ചാർജ്? ടിപ്പു സുൽത്താൻ. അപ്പൊ രണ്ടാമത്തെ യുദ്ധത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഹൈദരലി മരിക്കുന്നത്. ഇനി ടിപ്പു സുൽത്താനാണ് ചാർജ് വരുന്നത്. ടിപ്പു സുൽത്താൻ കുറെ യുദ്ധം പ്രൊസീഡ് ചെയ്തെങ്കിലും 1884 ആകുന്ന സമയത്ത് എന്ത് ചെയ്തു? ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ട്രീറ്റി ഈസ് കോൾഡ് ആസ് ട്രീറ്റി ഓഫ് മംഗളൂരു. മംഗളൂരു ട്രീറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് പഠിക്കേണ്ടതില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 67 മുതൽ 69 മുതൽ ഒന്നാം ആംഗ്ലോ മൈസൂർ വാർ, അതിന്റെ റീസൺ ഹൈദരലി മലബാർ പിടിച്ചെടുത്തതായിരുന്നു. അത് ഒരു ട്രീറ്റിയുടെ അവസാനിച്ചെങ്കിലും രണ്ടാമത്തെ ആംഗ്ലോ മൈസൂർ വാർ 1850 മുതൽ 84 വരെ നടക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഏതാനും ചില റീസൺസ് ഉണ്ട്. ഒന്ന്, വയലേഷൻ ഓഫ് ദ ട്രീറ്റി ഓഫ് മദ്രാസ് ആണ് എന്നുള്ളത്. രണ്ടാമത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി കണക്ട് ചെയ്തിട്ട് ഫ്രഞ്ച് കോളനീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ബേസിഡ് ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ യുദ്ധം ഏകദേശം അവസാനിച്ചു എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ, തേർഡ് ആംഗ്ലോ മൈസൂർ വാർ എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ടിപ്പുവിനെയും അവരുടെ റോക്കറ്റ് സിസ്റ്റത്തെ കുറിച്ചെല്ലാം കാണാൻ വേണ്ടി പറ്റും. ഓൾസോ യു കെൻ സി വൺ മാപ്പ്. ആ മാപ്പ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. ആ മാപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഏതാനും ചില ലൊക്കേഷൻസ് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ലൊക്കേഷൻസ് മാപ്പ് വെച്ച് പഠി. ഓക്കെ, ലൊക്കേഷൻസ് മാപ്പ് വെച്ച് പഠിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. സോ ഇവിടെ നോക്കിയ മംഗളൂരു, ട്രീറ്റി ഓഫ് മംഗളൂരിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാഹി എന്ന് പറയുന്ന പ്രദേശം ഇതാ ഇവിടെ കാണുന്നുണ്ട്. പോണ്ടിച്ചേരി ഇവിടെയാണ്. അതിന്റെ മുകളിലാണ് മദ്രാസ് എന്നുള്ള ഒരു പോയിന്റ് കൂടി അറിഞ്ഞിരിക്കുക. മൈസൂർ കിങ്ഡത്തിന്റെ നോർത്തിലായിട്ട് നിസാം ഉണ്ട്. ഇവിടെ എന്തുണ്ട്? പെഷ്വയുടെ ടെറിട്ടറി, അതായത് മറാത്ത കിങ്ഡം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് തേർഡ് ആംഗ്ലോ മൈസൂർ വാറിനെ കുറിച്ചാണ്. തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. ഈ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതും ഒരു കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോഴും കേരളം വന്നിട്ടുണ്ട്, രണ്ടാമത് പറഞ്ഞപ്പോഴും കേരളം വന്നിട്ടുണ്ട്, മാഹി എന്ന് പറയുന്ന ഒരു പോർട്ട്. മൂന്നാമത് പറയുമ്പോഴും നമ്മൾ കേരളത്തെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ മാപ്പിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ട്രാവൻകൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം. അപ്പോ മൈസൂർ കിങ്ഡം അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ മലബാർ പിടിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം ആ ഒരു സൗത്തിലോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് ഇഫ് യു ഡ്രോ ദ മാപ്പ്, നമുക്കെന്ത് കാണാൻ വേണ്ടി പറ്റും? മാപ്പ് വരക്കാണെന്നുണ്ടെങ്കിൽ ഇതാ, ആദ്യം അവര് മലബാറിന്റെ ഭാഗം പിടിച്ചെടുത്തു. മലബാറിന്റെ ഭാഗം പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ഇവിടെ സൗത്തിലുള്ള ഭാഗമാണ് എന്ത്? ട്രാവൻകൂർ എന്ന് പറയുന്നത്. അപ്പൊ ട്രാവൻകൂറിലോട്ട് ഒരു സദർൻ എക്സ്പാൻഷൻ ടിപ്പു നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 1889-90 സമയത്ത് ടിപ്പു സൗത്ത് അറ്റാക്കാൻ വേണ്ടി ഒരു യുദ്ധം നടത്തുന്നു. ദാറ്റ് യുദ്ധം വാസ് കോൾഡ് ആസ് ദ ബാറ്റിൽ ഓഫ് നെടുങ്കോട്ട. നെടുങ്കോട്ട യുദ്ധം. ആ യുദ്ധം
വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ നെടുങ്കോട്ട യുദ്ധത്തിൽ ടിപ്പുവിന് വിജയിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൻകൂർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫ്രണ്ട് ആയിരുന്നു. ട്രാവൻകൂർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫ്രണ്ട് ആണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യാണ്, മൈസൂർ കിങ്ഡത്തിനെതിരെ തിരിയാണ്. അങ്ങനെയാണ് തേർഡ് ആംഗ്ലോ മൈസൂർ വാർ നടക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് വാസ് ബിറ്റ്വീൻ 1790 ആൻഡ് 1792. വെറും 2 വർഷം മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യുദ്ധമാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കാം. അപ്പൊ ഈ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് കാണാൻ വേണ്ടി പറ്റും. ലോർഡ് കോൺവാലിസ് എന്ന് പറയുന്ന ആളാണ് ഈ സമയത്ത് ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളത്. മൂപ്പര് മറാത്താസിനെയും നിസാമിനെയും മൂപ്പരുടെ കൂടെ പ്രാവശ്യം കൂട്ടി. അപ്പൊ നോക്കണം, കുറച്ചു മുമ്പ് ഉണ്ടായ സമയത്ത് മറാത്താസും നിസാമും മൈസൂർ കിങ്ഡത്തിന്റെ കൂടെയായിരുന്നു. ഇപ്പൊ ബ്രിട്ടീഷുകാർ അവരുടെ അലയൻസ് വെച്ചിട്ട് അവരെ കൂട്ടുന്നുണ്ട്. എന്നിട്ട് ശ്രീരംഗപട്ടണം പിടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ടിപ്പു വളരെയധികം യുദ്ധം ചെയ്തുവെങ്കിലും ഫൈനലി വാട്ട് വി ക്യാൻ സി, ടിപ്പുവിന് ഒരു ട്രീറ്റിലൂടെ ഈ ഒരു യുദ്ധത്തെ ഒന്ന് ഡൗൺ ആക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 1892 ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം സൈൻ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചു വെച്ചോണം. ട്രീറ്റി ഏതാണെന്നും ഏത് വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും എപ്പോഴാണെന്നുള്ളതൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണത്തോടു കൂടെ മലബാർ എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ ആർക്ക് നഷ്ടപ്പെട്ടു? മൈസൂർ കിങ്ഡത്തിന് നഷ്ടപ്പെട്ടു. അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നീട് തമിഴ്നാട്ടിലെ വെല്ലൂർ എന്ന് പറയുന്ന പ്രദേശവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. മൈസൂർ കിങ്ഡത്തിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. 3 കോടി രൂപ ബ്രിട്ടീഷുകാർക്ക് വാർ ഇൻഡെമിനിറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരികയും ചെയ്തു. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യുദ്ധമാണ്. തേർഡ് ആംഗ്ലോ മൈസൂർ വാർ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ട്രാവൻകൂർ ഇൻവേഷൻ ആണ് കാരണം എന്ന് പഠിച്ചു വെച്ചാൽ മതി. ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണമാണ് റിസൾട്ട്. അതോടുകൂടെ മലബാർ മൈസൂർ കിങ്ഡത്തിന് നഷ്ടപ്പെടുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുകയും എന്നുള്ള പോയിന്റ് അറിഞ്ഞിരിക്കുക. അടുത്തതാണ് ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ. ദിസ് വൺ ഇസ് ദ ലാസ്റ്റ് വൺ. 1899 നടക്കുന്ന ഒരു യുദ്ധമാണെന്നുള്ളത്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, സബ്സിഡിയറി അലയൻസ് സിസ്റ്റം. സബ്സിഡിയറി അലയൻസ് സിസ്റ്റം. നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ അവരുടെ വെപ്പൺസ് വെച്ചിട്ട്, മിലിറ്ററി വെച്ചിട്ട് ഏതാനും ചില കോൺക്വസ്റ്റ് നടത്തുന്നതിനെ കുറിച്ചായിരുന്നു. കർണാടക എങ്ങനെയാണ്, ബാറ്റിൽ ഓഫ് പ്ലാസി എങ്ങനെയാണ്, ബക്സാർ എങ്ങനെയാണ്, 1, 2, 3 മൈസൂർ വാറുകളും അങ്ങനെയാണ്. എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ബ്രിട്ടീഷുകാര് ഇങ്ങനെ യുദ്ധമല്ലാതെ അവർ ചില പോളിസികളിലൂടെ പല പ്രദേശങ്ങളിൽ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സബ്സിഡിയറി അലയൻസ് സിസ്റ്റം എന്നുള്ളത്. അതായത് ഇവിടെ ഭരിക്കുന്ന നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നതിനാണ് സബ്സിഡിയറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഏതാനും ചില കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി 1-2 പോയിന്റുകൾ മാത്രം പറയാണ്. ആ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു അംബാസഡർ അല്ലെങ്കിൽ ഒരു റെസിഡന്റ് ഈ രാജാവിന്റെ കൊട്ടാരത്തിൽ ഉണ്ടാകും. എന്നിട്ട് ഈ റെസിഡന്റിനോട് തീരുമാനിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ നാട്ടുരാജാവിന് ഏതാനും ചില പോളിസികൾ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എസ്പെഷ്യലി മറ്റു വിദേശികളുമായിട്ടുള്ള, മറ്റു യൂറോപ്യൻസുമായിട്ട് എന്തെങ്കിലും ട്രേഡിലോ മറ്റ് അഗ്രിമെന്റിലോ ഏർപ്പെടുകയാണെങ്കിൽ ഈ റെസിഡന്റിന്റെ അഭിപ്രായം വേണം. മോർ ഓവർ ഈ നാട്ടുരാജാവ് അദ്ദേഹത്തിന്റെ ആർമിയെ പിരിച്ചുവിടണം. എന്നിട്ട് ബ്രിട്ടീഷിന്റെ ആർമിയെ എന്ത് ചെയ്യണം, അവിടെ തീറ്റിപ്പോറ്റണം. ഇങ്ങനത്തെ ഏതാനും ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. വളരെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ബ്രിട്ടീഷിന്റെ ഡീലിങ്സ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ മുഴുവനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷിലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കോറൽസിലായിരുന്നു, വഴക്കിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഈ ബ്രിട്ടീഷിന്റെ സബ്സിഡിയറി സിസ്റ്റത്തിനോട് പോളിസിയോട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ബ്രിട്ടീഷുകാരെ അവരെ സഹായിക്കാൻ വരും എന്നുള്ളതുകൊണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഈ പേരും പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ സബ്സിഡിയറി സിസ്റ്റം ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റിച്ചാർഡ് വെല്ലസ്ലി 1798. അപ്പൊ ഈ ഒരു പോളിസിയോട് മൈസൂർ കിങ്ഡത്തിലെ രാജാവായിട്ടുള്ള ടിപ്പുവിനോട് ഒപ്പിടാൻ വേണ്ടി പറഞ്ഞു. തന്റെ ജീവിതകാലത്തിൽ ഒരു കാരണവശാലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട്, ഒരു വിദേശിയോട് തന്റെ നാടിന് വിട്ടുകൊടുക്കില്ല എന്ന് വാഗ്ദാനം ചെയ്തിരുന്ന മനുഷ്യനാണ് ആര്? ടിപ്പു. മൂപ്പര് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കാൻ വേണ്ടി നിന്നില്ല. മൂപ്പര് അതിനെ റിജക്ട് ചെയ്തു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, മറ്റൊരു യുദ്ധം നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ സമയത്ത് ടിപ്പു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഫ്രഞ്ചിന്റെ സഹായമൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി വാട്ട് വി ക്യാൻ സീ, ഈ യുദ്ധം അല്ലെങ്കിൽ ടിപ്പുവിനെ ചതിച്ചിട്ട് നടത്തുന്ന യുദ്ധമാണ്. ഓക്കെ, ടിപ്പുവിന്റെ കൊട്ടാരത്തിൽ നിന്നും ചില ആൾക്കാരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിലക്ക് വാങ്ങുകയും ഫൈനലി കൊട്ടാരത്തിലോട്ട് ഒരു സഡൻ അറ്റാക്ക് നടത്തുകയും ചെയ്തു. അങ്ങനെ ഫൈനലി വാട്ട് വി ക്യാൻ സീ, ടിപ്പുവിനെ മരണത്തിലോട്ട് കാരണമായിട്ടുണ്ടായിരുന്ന യുദ്ധം കൂടിയാണ് ദ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ എന്നുള്ളത്. ഫൈനലി വാട്ട് വി ക്യാൻ സീ, അതോടുകൂടെ ഹൈദരലിക്ക് ശേഷം ടിപ്പു വന്നു, ടിപ്പു മരിച്ചു. ടിപ്പു മരിച്ചതിനു ശേഷം വീണ്ടും എന്ത് ചെയ്തു, ആ വൂഡയാർ ഡൈനാസ്റ്റിയെ, മുമ്പുണ്ടായിരുന്ന വൂഡയാർ ഡൈനാസ്റ്റിയെ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ ഡൈനാസ്റ്റിയെ ബ്രിട്ടീഷ് ഗവൺമെന്റ് റീസ്റ്റോർ ചെയ്യുക മാത്രമല്ല അവരോട് സബ്സിഡിയറി സിസ്റ്റം സൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ആംഗ്ലോ മൈസൂർ വാറിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓരോ വാറിന്റെയും പീരിയഡ്,
പ്രധാനപ്പെട്ട റീസൺ എന്തായിരുന്നു, അത് എങ്ങനെ അവസാനിച്ചു എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, സെഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മറാത്ത കിങ്ഡത്തെ കുറിച്ചാണ്. സോ നമ്മളിപ്പോ സൗത്ത് ഇന്ത്യയുടെ മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാ ചില അനാലിസിസിലോട്ട് വരാൻ വേണ്ടി പറ്റും. ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് കർണാട്ടിക് എന്നുള്ളത്. അത് കർണാട്ടിക് യുദ്ധങ്ങളിലൂടെ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് പിടിച്ചെടുത്തു എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന് തൊട്ട് മുകളിൽ ഉണ്ടായിരുന്ന പ്രദേശമാണ് മൈസൂർ കിങ്ഡം അല്ലെ. ആ മൈസൂർ കിങ്ഡം എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടിച്ചെടുത്തു. മൈസൂരിന്റെ ഭാഗമായിരുന്നു മലബാർ, അത് അവർക്ക് പോയി. ട്രാവൻകൂർ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യം ഇവിടെ ഉണ്ട്. അപ്പൊ ഏകദേശം സൗത്ത് ഇന്ത്യ മുഴുവൻ എന്ത് ചെയ്തു, ബ്രിട്ടീഷിന് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചലഞ്ചുകൾ ഉണ്ടായിരുന്നത്, ഒന്ന് നിസാമുമാരാണ്, ഹൈദരാബാദ് കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന നിസാമുമാർ എന്ന് പറയുന്നത്, അതേസമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മറാത്താസ്. ഈ മറാത്താസിന്റെ ചരിത്രമാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. മറാത്താസിന്റെ ചരിത്രം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ ഏതാനും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് പറയുന്നത്. അതിനുവേണ്ടി ഈ പിക്ചറിൽ കാണുന്ന വ്യക്തി ആരാണെന്ന് അറിയോ? ഇതാരാണ്? ഇതാണ് ശിവജി മഹാരാജ്. ഛത്രപതി ശിവജി എന്ന് പറയുന്ന ശിവജി മഹാരാജ് എന്നുള്ളത് മറാത്ത സാമ്രാജ്യത്തിന്റെ ദ ഗ്രേറ്റസ്റ്റ് കിങ് ഓൾ ദ ടൈം. ഓക്കെ, ആൻഡ് ഹി ബിലോങ്സ് ടു ദ ബോൺസ്ലെ ക്ലാൻ. അവിടെ ഒരുപാട് ക്ലാൻ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു ഗോത്രമായിരുന്നു ബോൺസ്ലെ എന്നുള്ളത്. ഒരു വാരിയർ ക്ലാസ് ആണ്. നമ്മൾ രജപുട്സ് എന്നൊക്കെ പറയുന്ന പോലെ ബോൺസ്ലെ ക്ലാനിലെ ആൾക്കാരും ഒരു യോദ്ധാക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ശിവജി അതിൽ നിന്ന് ഉയർന്നു വന്നു. എന്നിട്ട് തന്റെ ക്യാപിറ്റൽ റായ്ഗഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. റായ്ഗഡ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. 1674 അദ്ദേഹം ഛത്രപതി എന്ന് പറയുന്ന ഒരു രാജാവായിട്ട് സ്ഥാനം ഏറ്റെടുക്കുകയും അങ്ങനെ രാജാവായിട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെൻ വി ഡിസ്കസ് അബൌട്ട് ദിസ് മുഗൾ കിങ്ഡം, മുഗൾ കിങ്ഡത്തിൽ ഈ ഒരു സമയത്ത് നോർത്തിൽ ആരാണ്ടായിരുന്നത്, ഡൽഹി കേന്ദ്രീകരിച്ചിട്ട് വി ഹാവ് ദിസ് പേഴ്സൺ ഔറംഗസേബ്. അതായത് ഔറംഗസേബ് നോർത്തിൽ മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് സൗത്തിൽ മറാത്ത ചലഞ്ച് ആയിട്ട് വരുന്ന ആളാണ് ആര്, ശിവജി മഹാരാജ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ഒരേ കണ്ടംപററീസ് ആണ്. ഇവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് യുദ്ധങ്ങളും കാര്യങ്ങളും കോൺഫ്ലിക്റ്റുകളും നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ 1674 അദ്ദേഹം ഛത്രപതിയായിട്ട് രാജാവായിട്ട് വരുന്നത്. അദ്ദേഹം മറാത്ത സാമ്രാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി വെച്ചിട്ടാണ്. അതിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്ന പേരാണെന്ത്, അഷ്ടപ്രധാൻ എന്നുള്ളത്. അഷ്ടപ്രധാൻ നമ്മൾ സിമിലർ ആയിട്ട് ഒരു വാക്ക് കേട്ടിട്ടുണ്ട് അല്ലെ, അഷ്ടദിഗജാസ് എന്ന് പറയുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൽ കൃഷ്ണദേവരായയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന 80 സ്കോളേഴ്സ് ആയിരുന്നു അവര്. എന്നാൽ അതേ സമയത്ത് 8 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ വിളിച്ചിരുന്ന പേരാണെന്ത്, അഷ്ടപ്രധാൻ എന്നുള്ളത്. സോ ഈ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇവരെന്തിട്ടുണ്ടായിരുന്നു, ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള റവന്യൂ കളക്ഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചൗഅത്ത് തുടങ്ങിയിട്ടുള്ള ടാക്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് 1/4 ആണ്. അതായത് മറാത്ത സാമ്രാജ്യത്തിന്റെ പ്രൊട്ടക്ഷന്റെ കീഴിൽ നിൽക്കുന്ന ചില സ്റ്റേറ്റുകളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ടാക്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെയാണ് ചൗഅത്ത് എന്നൊക്കെ വിളിക്കുന്നത്. സോ സിംപ്ലി അറിഞ്ഞിരിക്കുക, ഏതാനും ചില അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സിലൂടെയായിരുന്നു ശിവജി മഹാരാജ് എന്തിട്ടുണ്ടായിരുന്നത്, ഈ മറാത്ത സാമ്രാജ്യത്തെ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു പോയിന്റ് ആണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, മറാത്ത സാമ്രാജ്യം അങ്ങനെ ഒരുപാട് കാലഘട്ടം കഴിഞ്ഞു വരുന്നുണ്ട്. ശിവജി മരിക്കുന്നുണ്ട്. ശിവജി മരിച്ചതിന് ശേഷം മുഗൾ എംപയർ ഒന്നും കൂടി പവർഫുൾ ആയിട്ട് കുറെ പിടിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും ഈ മറാത്ത സാമ്രാജ്യം ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നത് പെഷ്വാഷിപ്പിലൂടെയാണ്. 1813 മുതൽ മറാത്ത ഭരിക്കാൻ വേണ്ടി പോകുന്നത് രാജാക്കന്മാരെക്കാൾ അപ്പുറത്തോട്ടായിട്ട് പെഷ്വന്മാരാണ്. പെഷ്വ എന്ന് പറഞ്ഞാൽ മറ്റൊരല്ല, ഇവിടുത്തെ പ്രൈം മിനിസ്റ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ്. അതായത് മറാത്ത സാമ്രാജ്യത്തിലെ പ്രൈം മിനിസ്റ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് പെഷ്വ എന്നുള്ളത്. 1813 മുതൽ രാജാവിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് ആര് വരുന്നുണ്ട്, പെഷ്വ വരുന്നുണ്ട്. ഇവരുടെ ക്യാപിറ്റൽ ആയിരുന്നു പൂനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. രാജാവ് സത്താര എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ രാജാവ് സത്താര എന്ന് പറയുന്ന പ്രദേശത്ത് ജസ്റ്റ് കൊട്ടാരത്തിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചറിയും. പക്ഷെ യഥാർത്ഥത്തിൽ ഭരിച്ചിരുന്നത് ആരാണ്, പെഷ്വമാരായിരുന്നു. അപ്പൊ പെഷ്വ പൂനെ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. അങ്ങനെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു പെഷ്വയാണ് ആര്, ബാലാജി വിശ്വനാഥ് എന്ന് പറയുന്നത്. അപ്പൊ പെഷ്വാഷിപ്പ് ആരംഭിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പെഷ്വ അഡ്മിനിസ്ട്രേഷൻ മറാത്തയുടെ ഒരു പ്രധാനപ്പെട്ട നട്ടലായി മാറിയതിനു ശേഷം ആദ്യം വരുന്നത് ബാലാജി വിശ്വനാഥ് ആണ്. പിന്നീട് വരുന്ന ആളാണ് ആര്, ബാജിറാവ് ഒന്നാമൻ എന്നുള്ളത്. 1820 മുതൽ 1840 വരെ 20 വർഷത്തില് അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങളിലൂടെ ഈ മറാത്ത സാമ്രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്ത് മാറ്റുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് വൈ ഹി ഈസ് കോൾഡ് ആസ് ദ ഗ്രേറ്റസ്റ്റ് എക്സ്പോണന്റ് ഓഫ് ഗറില്ല ടാക്ടിക്സ് ആഫ്റ്റർ ശിവജി. ശിവജിയുടെ ഒളിപ്പോരിന് ശേഷം ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ അപ്രോച്ച് എടുത്തുകൊണ്ട് മറാത്ത സാമ്രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആരാണ്, ബാജിറാവോ ഒന്നാമൻ എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ സിനിമയ്ക്ക് അറിയിട്ടുണ്ട്, ബാജിറാവോ മസ്താനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ ബാജിറാവോ ഒന്നാമൻ എന്ന് പറയുന്ന ഇദ്ദേഹമാണ്. ഓക്കെ, ദാറ്റ്സ് ഹിസ് പിക്ചർ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താ വെച്ചാൽ, ഹി ഈവൻ ബ്രോട്ട് സർട്ടൻ റീജിയൻസ് ഓഫ് ദ മുഗൾസ്
ആൻഡ് നിസാം അണ്ടർ ചൗഹാദ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൗഹാദ് എന്ന് പറയുന്ന ഒരു ബോർഡർ ടാക്സിന്റെ കീഴിൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മുഗൾസിനെയും നിസാമിനെയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത്രയും വലിയ എക്സ്പാൻഷൻ ചെയ്ത് നടത്തുന്നുണ്ട്. ആൻഡ് ഹി ഓൾസോ ഫോർട്ട് ദിസ് ബാറ്റിൽ ഓഫ് ഭോപ്പാൽ. അപ്പൊ നമ്മൾ മാപ്പ് ഒന്ന് ജസ്റ്റ് വരക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയും വലിയ പ്രദേശങ്ങളാണ് അദ്ദേഹത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ മറാത്ത സാമ്രാജ്യത്തിന്റെ വലിയൊരു ഏരിയ എക്സ്പാൻഷൻ നടത്തുന്ന ആളാണ് ആര്, ബാജിറാവ് എന്നുള്ളത്. ഇവിടെയാണ് പൂനെ വരുന്നത്. പൂനെ ഈ സത്താര വരുന്ന സൗത്തിലാണ്. സത്താര. ഭോപ്പാൽ എന്ന് പറയുന്നത് മധ്യപ്രദേശിന്റെ പ്രദേശത്തുള്ള ഭോപ്പാൽ. അപ്പൊ നോക്കിയേ, ഈ മറാത്ത സാമ്രാജ്യത്തിൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരികയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇവിടെ നോർത്തിൽ ആരുണ്ടായിരുന്നു, മുഗൾസ് ഉണ്ടായിരുന്നു. അപ്പൊ മുഗൾസിന്റെ ഏരിയ കുറയുകയും മറാത്താസിന്റെ ഏരിയ കൂടുകയും ചെയ്യുന്ന ഒരു പീരീഡാണ് നമുക്ക് ഈ പേഷ്വാഷിപ്പിലെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഫസ്റ്റ് വൺ ബാലാജി വിശ്വനാഥ്, ദെൻ ബാജിറാവോ ഒന്നാമൻ. ബാജിറാവോ ഒന്നാമന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട ആളാണ് ആര്, ബാലാജി ബാജിറാവോ. ബാലാജി ബാജിറാവോ 1761 വരെ. ഈ ഒരു സമയത്ത് ഏതാനും ചില പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ കോൺഗ്രസ് നടക്കുന്നുണ്ട്. നോക്കി, 1757 അറ്റാക്ക്ഡ് ഡൽഹി. ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുഗൾ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞു 1707 ഔറംഗസീബ് മരിച്ചതിന് ശേഷം ലേറ്റർ മുഗൾസ് വീക്ക് ആയിരുന്നു എന്നുള്ളത്. സോ അവരുടെ സമയത്ത് പല അറ്റാക്കും വരുന്നുണ്ടല്ലോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല 1739 നാദർശ ഡൽഹി ഒന്ന് അടിച്ചു പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളത്. പിന്നീട് ഡൽഹിക്ക് ഏറ്റവും വലിയ അധപതനം സംഭവിക്കുന്നത് 1757. നമ്മൾ 1757 ബംഗാളിന്റെയും ബാറ്റിൽ ഓഫ് പ്ലാസി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ബാജിറാവോ എന്ന് പറയുന്ന ബാലാജി ബാജിറാവോ. അദ്ദേഹം മറാത്ത സാമ്രാജ്യം ഒന്ന് അടിച്ചു പോകുന്നുണ്ട്. അതൊക്കെ ബേസിക്കലി എന്താണ്, മുഗൾ സാമ്രാജ്യത്തിന്റെ വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ 1861 ജനുവരി 14 there happened the third battle of Panipat. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, മൂന്നാമത്തെ പാനിപ്പത്ത് യുദ്ധം എന്ന് പറഞ്ഞാൽ that was fought between the Maratha force വേഴ്സസ് അഹമ്മദ് ഷാ അബ്ദാലി. ഇത് എവിടെ നടക്കുന്നത്, പാനിപ്പത്തിലാണ്. പാനിപ്പത്ത് പറഞ്ഞാൽ ഡൽഹിയുടെ നോർത്ത് ആയിട്ടുള്ള പ്രദേശമാണ്, ഹരിയാനയുടെ പ്രദേശം. അപ്പൊ നോക്കി, അത്രയും പ്രദേശങ്ങളിൽ ഈ മറാത്ത എത്തിയത് കൊണ്ടല്ല അവർക്ക് അവിടെ വെച്ച് യുദ്ധം ചെയ്യേണ്ടി വന്നത്. അതൊക്കെ കാണിക്കുന്നവരുടെ എക്സ്പാൻഷൻ ആണ്. ബട്ട് ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലൂടെ മറാത്ത സാമ്രാജ്യം ഡിഫീറ്റ് ചെയ്യപ്പെട്ടു അല്ലെ, പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടുകൂടെ മറാത്താസിന്റെ ഒരു ഗ്ലോറി താൽക്കാലികമായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. ആ ഗ്ലോറി പിന്നീട് വീണ്ടെടുക്കുന്നത് മാധവറാവു ആണ് 1761 മുതൽ 72 വരെ. പക്ഷേ ഇദ്ദേഹം 1772 ഇദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. അത് കാണിക്കുന്ന എന്താ, ഈ പെഷ്വാ ഷിപ്പിൽ അല്ലെങ്കിൽ മറാത്ത സാമ്രാജ്യത്തിന്റെ അകത്ത് ഏതാനും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അപ്പം പെഷ്വ എന്ന് പറയുന്ന ഷിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് വിങ് എന്ന് പറയുന്നത് മറാത്ത സാമ്രാജ്യത്തിന്റെ നട്ടലും എല്ലാം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന എന്താണ്, ഈ പെഷ്വ ഷിപ്പാണ്. ഫൈനലി ഈ ബാലാജി ബാജിറാവിന് ശേഷം മാധവറാവുയുടെ സമയമാകുമ്പോഴൊക്കെ ഇതിന് അകത്ത് ഏതാനും ചില കോൺഫ്ലിക്റ്റുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന പോയിന്റ് എന്നുള്ളത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ദർ ഹാപ്പൻസ് ആംഗ്ലോ മറാത്ത വാറുകൾ ഇനിയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആംഗ്ലോ മറാത്ത വാറുകൾ പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന രീതിയിൽ ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കണം. കാരണം അതിന്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ 3 ആംഗ്ലോ മറാത്ത വാറുകളാണ് നടക്കുന്നത്. നമ്മൾ മൈസൂർ വാറുകൾ പറഞ്ഞു, അത് 4 മറാത്ത വാറുകൾ 3 നടക്കുന്നത്. അതിലെ ഒന്നാമത്തെ ആംഗ്ലോ മറാത്ത വാർ 1775 മുതൽ 1782 വരെയുള്ള സമയത്താണ് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അവസാനത്തെ ആളായിട്ടുണ്ടായിരുന്ന മാധവറാവോ ഒന്നാമൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കാണിക്കുന്നത് കൊട്ടാരത്തിൽ ഏതാനും ചില ഇന്റേണൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്, സിവിൽ വാറുകൾ ഉണ്ട്. അതായത് അടുത്ത പെഷ്വ ആരാകണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അയാളെ കൊന്നിട്ട് വേണം അടുത്തൊരാൾക്ക് വരാൻ വേണ്ടി. അങ്ങനത്തെ ഏതാനും ചില ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇഷ്യൂ എന്താണെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നോക്കിയേ, മാധവറാവോ, സപ്പോസ് ദിസ് ഈസ് മാധവറാവോ, ഇദ്ദേഹം മരിച്ചു. ഓക്കെ, ഇദ്ദേഹം മരിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ ബ്രദർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരാണ് നാരായണ റാവു. ഈ നാരായണ റാവു എന്ത് ചെയ്തിട്ടുണ്ട്, പെശുവായിട്ടുണ്ട്. അതായത് മാധവറാവു മരിച്ചപ്പോ ബ്രദറായിട്ടുണ്ടായിരുന്ന നാരായണ റാവു അദ്ദേഹം പെശുവായിട്ട് മാറി. പക്ഷേ യഥാർത്ഥത്തിൽ മാധവറാവു മരിച്ചപ്പോ താനാകുമെന്ന് അടുത്ത പെശു വിചാരിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ട്. അയാളാണ് ആര്, ഇയാളുടെ അമ്മാവനായിട്ടുണ്ടായിരുന്ന രഘുനാഥ് റാവു. ദിസ് ഈസ് രഘുനാഥ് റാവു. അപ്പോ മാധവറാവു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ബ്രദറായിട്ടുണ്ടായിരുന്ന നാരായണ റാവു എന്ത് ചെയ്തു, പെശുവായിട്ട് മാറി. പക്ഷെ യഥാർത്ഥത്തിൽ ആ പോസ്റ്റ് തനിക്കോ തന്റെ മകനോ കിട്ടുന്ന ആര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, രഘുനാഥ് റാവു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്തൊരു ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മാധവറാവുവിന് ഒരു കുട്ടി വരുന്നുണ്ട്. അതിനാണ് മാധവറാവു രണ്ടാമൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സവായ് മാധവറാവു എന്ന് വിളിക്കും. അപ്പൊ സവായ് മാധവറാവു എന്ന് പറയുന്ന ഒരു കുട്ടി ആളെ അടുത്ത പെശുവാക്കാൻ വേണ്ടി തീരുമാനവും വന്നു.
അപ്പൊ അമ്മാവൻ ഞാനിപ്പോ ഇത്രയും ചെയ്തൊക്കെ വെറുതെ ആയോ എന്നുള്ള ചോദ്യം അമ്മാവനുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രഘുനാഥ റാവുക്ക് സത്യം പറഞ്ഞാൽ പേഷ്വാഷിപ്പ് കിട്ടണില്ല. ഒന്നിന് ഈ ബ്രദർ എടുക്കും, അല്ലെങ്കിൽ മകനായിട്ടുണ്ടായിരുന്ന സവായ് മാധവറാവ് അല്ലെങ്കിൽ മാധവറാവ് രണ്ടാമന്റെ കയ്യിലാണ് വരുന്നത്. അപ്പോ മൂപ്പർക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല. കാരണം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ലീഗലി സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണ്? മാധവറാവിന്റെ പിൻഗാമികളായിട്ടുള്ള ബ്രദറെയോ അല്ലെങ്കിൽ സവായ് മാധവറാവിനെയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് നാനാ ഫഡ്നാവിസിനെ പോലുള്ള ആൾക്കാർ. ഓക്കെ, അടുത്ത മിലിറ്ററി കമാൻഡർ ആയിരുന്നു, മൂപ്പരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ രഘുനാഥ് റാവു മൂപ്പർ എന്ത് ചെയ്തു? ബോംബെയിൽ പോയി. ബോംബെയിൽ അന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. എന്നിട്ട് മൂപ്പർ ഇംഗ്ലീഷുകാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പശുവാഷിപ്പ് പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ, മിലിറ്ററി ട്രൂപ്പ് വെച്ചിട്ട് നിങ്ങൾ എന്നെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാനും ചില സ്ഥലങ്ങൾ എഴുതി തരാം. അങ്ങനെ രഘുനാഥ് റാവുവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു സീക്രട്ട് ട്രീറ്റിലൊക്കെ സൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ ട്രീറ്റിലും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒന്നാമത്തെ യുദ്ധം നടക്കുന്നത്. ആരൊക്കെ? രഘുനാഥ് റാവുവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാഗത്ത്, മാധവ് റാവുയുടെ പിൻഗാമികളായിട്ടുള്ള ആൾക്കാർ മറ്റൊരു ഭാഗത്ത്. അങ്ങനെയാണ് യുദ്ധം നടക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട യുദ്ധത്തിന്റെ ഭാഗമായിട്ട് 1779 ഒരു വടകോണിൽ വെച്ച് യുദ്ധം നടക്കുന്നു. അതിൽ മറാത്ത വിജയിക്കുന്നു. മറാത്ത വിജയിക്കാൻ നാനാ ഫഡ്നാവിസിന്റെ അല്ലെങ്കിൽ സവായ് മാധവറാവുടെ ടീം വിജയിക്കുന്നു. രഘുനാഥ് റാവു തോറ്റു. ഫൈനലി 1882 ട്രീറ്റി ഓഫ് സാൽബായ് സൈൻ ചെയ്തു. ഇനി രഘുനാഥ റാവു സീനിലില്ല, എന്തായാലും തോറ്റു എന്ന് മനസ്സിലായി, ഇനി നടക്കില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത സാമ്രാജ്യം ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ വരുന്നുണ്ട്. ആ ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് സാൽബായ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബസീൻ എന്ന് പറയുന്ന പ്രദേശം അത് പേഷ്വയ്ക്ക് ലഭിച്ചു. അതായത് മാധവറാവുയുടെ കുടുംബത്തിന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. കമ്പനി ദാറ്റ് റിട്ടേൺ ദ കൺട്രോൾ ഓവർ സാൽസെറ്റ് ആൻഡ് ബ്രോച്ച്, ബറൂക്കച്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രോച്ച് എന്ന് പറയുന്ന പോർട്ട് റീജിയൻസ് ഒക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ കൺട്രോൾ തന്നെ വെക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടായിരുന്നത് മറാത്താസ് ദ അഗ്രീഡ്. മറാത്താസ് പറഞ്ഞത് ദ ഫ്രഞ്ച് വുഡ് നോട്ട് ബി അലൗഡ് ടു ക്രിയേറ്റ് സെറ്റിൽമെന്റ്സ്. അതായത് മറാത്ത സാമ്രാജ്യത്തിൽ ഫ്രഞ്ചുകാർക്ക് സെറ്റിൽമെന്റ് ഉണ്ടാവില്ല, ബ്രിട്ടീഷുകാർക്ക് അത് തന്നെയാണ് വേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ഡിമാൻഡ് വരുന്നത്. ഓൾസോ ദ ടേൺ ദിസ് മറാത്ത അഗൈൻസ്റ്റ് ദ ഹൈദർലി. ഹൈദർലിക്കെതിരായിട്ട് മറാത്താസിനെതിരെ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഏതാനും ചില നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏതാനും ചില കുത്തിത്തിരിപ്പുകൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പോളിസിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സിംപ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തത് വാർ ഓഫ് സസഷൻ ആയിരുന്നു എന്നുള്ളൊരു കാര്യം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇനി 1775-82 അവസാനിച്ചെങ്കിൽ, ഒന്നാമത്തെ മറാത്ത വാർ അവസാനിച്ചെങ്കിൽ രണ്ടാമത് നടക്കുന്ന ഏകദേശം 10-20 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതിനു മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദിസ് സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ. 1803 നടക്കുന്നത്. നോക്കി, ഇതിനിടക്ക് എന്തിട്ടുണ്ട്? 1799 നാലാമത്തെ ആംഗ്ലോ മൈസൂർ വാർ അവസാനിക്കുന്നൊക്കെ ഉണ്ട്. അതായത് ടിപ്പുവിന്റെ കഥ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് രണ്ടാമത് 1800 രണ്ടാമത് നടക്കുന്നത്. 1806 വരെയുള്ള ഒരു 3 വർഷ പീരീഡിൽ. ഈ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മറാത്ത സാമ്രാജ്യത്തിൽ ഏതാനും ചില ഇന്റേണൽ പ്രശ്നങ്ങൾ മൂലം മറാത്ത സാമ്രാജ്യം പലതായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. പല ചീഫ്മാർക്കിടയിൽ വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പെഷ്വ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, പ്രൈം മിനിസ്റ്റർ, മൂപ്പർ എവിടെയായിരുന്നു? പൂനെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് മറ്റു ചില ഫ്യൂഡൽ ലോർഡ്സ് ഉണ്ടായിരുന്നു, ചീഫ്മാരുണ്ടായിരുന്നു, സച്ചാസ് ഗെയ്ക്വാഡ്സ്, സിന്ധിയ, ഹോൾക്കർസ്, ബോൺസില എന്ന് പറയുന്നത്. ഇവർ എവിടേക്ക് ഉണ്ടായിരുന്നു വെച്ചാൽ ഗെയ്ക്വാഡ്സ് ഓഫ് ബറോഡ എന്നാ പറയാം, സിന്ധ്യാസ് ഓഫ് ഗോളിയർ, ഹോൾക്കർസ് ഓഫ് ഇൻഡോ, ബോൺസിൽ ഓഫ് നാഗ്പൂർ. നമുക്ക് മാപ്പിൽ നോക്കാം. ഓക്കെ, പൂനെ കേന്ദ്രീകരിച്ച് ആരുണ്ട്? പെഷ്വ ഉണ്ട് അല്ലെ. ഇവിടെ നോക്കി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബസീൻ, സാൽസെറ്റ് എന്നുള്ള പോർട്ട് റീജിയൻസ് ഉണ്ട്. ഗെയ്ക്വാഡ്സ് ഓഫ് ബറോഡ, ഹോൾക്കർസ് ഓഫ് ഇൻഡോ, ദെൻ ബോൺസിലേഴ്സ് ഓഫ് നാഗ്പൂർ, സിന്ധ്യാസ് ആൻഡ് ഗോളിയർ, സിന്ധ്യാസ് ഓഫ് ഗോളിയർ. അപ്പൊ നോക്കി ഇങ്ങനെയായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയായിരുന്നു. പെഷ്വ പൂനെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഈ ഫ്യൂഡൽ ചീഫുമാര്, മറാത്ത സാമ്രാജ്യത്തിലെ മറ്റു ചീഫുമാര് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്ട് ആയിരുന്നു. അപ്പൊ നോക്കിയേ, ഒരു സാമ്രാജ്യം പവർഫുൾ ആണെങ്കിൽ, യൂണിഫൈഡ് ആണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് അത് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ പൊട്ടിക്കിടക്കുന്ന പീസ് ആണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഈസിലി അവരുടെ കുത്തിത്തിരിപ്പ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ ആംഗ്ലോ മൈസൂർ വാർ നടക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറാത്തയിലെ വിഘടിച്ച് കിടന്നിട്ടുണ്ടായിരുന്ന അവരുടെ ചീഫുമാർക്കിടയിൽ ഏതാനും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു അവസരം മുതലാക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, 1798 വൺ സിസ്റ്റം കോൾഡ് ആസ് സബ്സിഡറി അലയൻസ് സിസ്റ്റം. ടിപ്പുനോട് ഒപ്പുവെക്കാൻ വേണ്ടി പറഞ്ഞു. ടിപ്പു ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രീറ്റി. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം? മറാത്ത സാമ്രാജ്യത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണം. കാരണം എന്താ? പെഷ്വക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം പെഷ്വക്ക് ചലഞ്ചിങ് ആയിട്ട് ഗെയ്ക്വാഡ്സ് ഉണ്ട്, ഹോൾക്കാർസ് ഉണ്ട്, നാഗ്പൂരിലെ ബോൺസ്ലാസ് ഉണ്ട്, സിന്ധ്യാസ് ഉണ്ട്. ഇവരെല്ലാവരും പെഷ്വക്കെതിരെ തിരിയാണെങ്കിൽ പെഷ്വക്ക് ഒറ്റയ്ക്ക് നേരിടാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ പെഷ്വ എന്ത് ചെയ്യും? പതിയെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം ചോദിക്കും. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറയും അതിനൊരു പേപ്പർ ഉണ്ട്, അത് ഒപ്പിട്ടാൽ മതി. ആ പേപ്പറിന്റെ പേരാണ് എന്ത്? സബ്സിഡറി സിസ്റ്റം എന്നുള്ളത്. അങ്ങനത്തെ ഏതാനും ചില സിസ്റ്റം ഇനി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ 1898 സബ്സിഡറി സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തില്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രിട്ടീഷ് പ്രസിഡന്റിനെ എന്ത് ചെയ്യും, കൊട്ടാരത്തിൽ അപ്പോയിന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം, ആ നാട്ടിലെ രാജാവ് തന്റെ ആർമിയെ പിരിച്ചു വിട്ടിട്ട് ബ്രിട്ടീഷ് ആർമിയെ തീറ്റിപ്പോറ്റണം. ഇങ്ങനത്തെ ഏതാനും ചില കാര്യങ്ങളാണ് സബ്സിഡറി സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ദാറ്റ് വാസ് ബൈ റിച്ചാർഡ് വെല്ലസ്ലി എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. റിച്ചാർഡ് വെല്ലസ്ലി ആണ് അത് കൊണ്ടുവരുന്നത്. നമുക്ക് ആർത്തർ വെല്ലസ്ലി എന്ന് പറയുന്ന ഒരാളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് റിച്ചാർഡ് വെല്ലസ്ലി ആണെന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. സോ ഇതിനോട് ഒപ്പിട്ടതോടുകൂടെ, അതിന് സബ്സിഡറി സിസ്റ്റം വന്നതോടുകൂടെ മറാത്ത എംപയറിന്റെ മരണമണി മുഴങ്ങി തുടങ്ങി എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ പെഷുവക്കെതിരെ ഒരുപാട് ചലഞ്ച് ചെയ്യുന്നപ്പോൾ അവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് 1802 ട്രീറ്റ് ഓഫ് ബസിൻ ഒപ്പിടുന്നത്. അപ്പോൾ പൂനെയിലെ പെഷു എന്ത് ചെയ്തു, മുമ്പ് വീക്ക് ആയിരുന്നു. മുമ്പുണ്ടായിരുന്ന നമ്മൾ പറഞ്ഞ പോലെ ബാലാജി വിശ്വനാഥിനെ പോലെ, ബാജിറാവിനെ പോലെ, ബാലാജി ബാജിറാവിനെ പോലെ അത്രയും പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ ഈ പെഷു വീക്ക് ആയതുകൊണ്ട് മൂപ്പർ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം ചോദിക്കുന്നു. 1802 ഒരു ട്രീറ്റി ഒപ്പിടുന്നു. ആ ട്രീറ്റി ആണ് ട്രീറ്റി ഓഫ് ബസീൻ എന്നുള്ളത്. ഈ ബസീൻ ട്രീറ്റിയോട് കൂടെ മറാത്തയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന ആളാണ് ആര്, പെഷു എന്ന് പറയുന്നത്. മൂപ്പർ എന്ത് ചെയ്തു, സബ്സിഡറി സിസ്റ്റം സൈൻ ചെയ്തു. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പൂനെയിലെ പെഷുവും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ വരുന്നുണ്ട്. ഓക്കെ, ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ വരുന്നുണ്ട്. അതോടുകൂടെ എന്ത് ചെയ്തു, പൂനെയിലെ പവർ മുഴുവനും ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിക്കുന്ന ഒരു വിധത്തിലോട്ട് മാറുന്നുണ്ട്. പക്ഷേ ആദ്യം പെഷു ഒപ്പുവിട്ടു. പിന്നീട് മറ്റുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, സിന്ധിയാസ്, ബോൺസിലെ ക്ലാൻ, ഗെയ്ക്വാഡ്സ് എന്ന് പറയുന്ന ആൾക്കാർ, അവരൊക്കെ ഒപ്പുവെക്കുന്നുണ്ട്. എന്നാൽ 1806 ആയപ്പോഴും ആരും ഒപ്പുവെക്കുന്നില്ല. ഹോൾക്കാർസ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോൾക്കാർസ് പറഞ്ഞ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു വിധത്തിലും കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ സമയമാകുമ്പോഴേക്കും റിച്ചാർഡ് വെല്ലസിനെ തിരിച്ചു വിളിക്കുന്നതുകൊണ്ട് 1806 കൂടെ യുദ്ധത്തിന് താൽക്കാലികമായിട്ട് ഒരു അന്ത്യം വരുന്നുണ്ട്. സോ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടാമത്തെ ആംഗ്ലോ മറാത്ത വാർ, മറാത്ത ചീഫ് ഇങ്ങനെ 5 ആയിട്ട് വിഭജിക്കപ്പെടുകയും അവർക്കിടയിൽ സബ്സിഡറി സിസ്റ്റം കൊണ്ടുവരികയും ചെയ്തതോടു കൂടിയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നാൽ ഹോൾക്കർസ് എന്ന് പറയുന്ന ആൾക്കാരെ എന്തായാലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടെ സഹകരിക്കില്ല, സഹായിക്കില്ല, ഒപ്പുവെക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ 1806 ആകുമ്പോഴേക്കും അത് ടെമ്പറലി താൽക്കാലികമായിട്ടൊന്ന് കുറഞ്ഞു വരുന്നുണ്ട്. ഇനിയാണ് മൂന്നാമത്തെ ആംഗ്ലോ മറാത്ത വാർ നടക്കാൻ വേണ്ടി പോകുന്നത്. ദിസ് ഈസ് അവർ ലാസ്റ്റ് ടോപ്പിക്, മൂന്നാമത്തെ ആംഗ്ലോ മറാത്ത വാർ. അത് 1817-18 സമയത്താണ്. നമുക്ക് ഏകദേശം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണ്. ഈ ഒരു സമയത്ത് 1813 മുതൽ നമുക്ക് ലോർഡ് ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന ആള് ബ്രിട്ടീഷുകാരുടെ ഗവർണർ ജനറൽ ആയിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്, തേർഡ് ആംഗ്ലോ മറാത്ത വാർ നടക്കുന്നത്. ഇതിന്റെ പല റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സബ്സിഡറി സിസ്റ്റം പ്രകാരം എന്തുണ്ട്, ബ്രിട്ടീഷുകാര് അവരുടെ റെസിഡന്റുമാർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. റെസിഡന്റുമാർ ഭയങ്കര റിജിഡ് കൺട്രോൾ ചെയ്തു മറാത്ത സാമ്രാജ്യത്തിൽ കൊണ്ടുവരുന്നുണ്ട്. പെഷ്വയിലെയും ഗെയ്ക്വാഡ്സിലെയും നാഗ്പൂരിലെ കോൺസുലാസ് ഇവരുടെ മുകളിലൊക്കെ എന്ത് ചെയ്തു, ഈ പ്രസിഡന്റുമാർ എന്ത് പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് അവരുടെ ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെട്ടതായിട്ടാണ് ഉണ്ടായിരുന്നത്, തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വാട്ട് വി ക്യാൻ സീ, ഇവർക്ക് ഒരു തിരിച്ചടി കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ ഒരു സമയത്ത് പിണ്ടാരീസ് അറ്റാക്ക് നടക്കുന്നുണ്ട്. പിണ്ടാരികൾ പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കുതിരകളിൽ വന്നിട്ട് കുറെ കൊലയും മോഷണമൊക്കെ നടത്തിയിരുന്ന ആൾക്കാരാണ് ആര്, പിണ്ടാരികൾ എന്ന് പറയുന്നത്. അപ്പൊ പിണ്ടാരികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മറാത്ത സാമ്രാജ്യത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യണം, ഏതാനും ചില മെഷേഴ്സ് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സോ പിണ്ടാരീസിനെ കൺട്രോൾ ചെയ്യുക എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാനും ചില അറ്റാക്കും കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനത്തെ ഏതാനും ചില കാരണങ്ങൾ കൊണ്ട് ഫൈനലി തേർഡ് ആംഗ്ലോ മറാത്ത വാർ നടക്കുകയാണ് 1817 മുതൽ 18 വരെ. അപ്പൊ പെഷ്വാസ്, ഹോൾക്കർസ്, ബോൺസലേസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമയത്ത് എന്ത് ചെയ്തു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തിരിയാൻ വേണ്ടി നിൽക്കും. പക്ഷേ കാലം ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ടിപ്പുവിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മറാത്താസിന്റെ ചീഫുമാർ അത്ര പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഇരിക്കണമെന്നില്ല. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ വാട്ട്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവരെല്ലാവരും അടിച്ചു റൊട്ടിയാക്കി തോൽപ്പിച്ചു. 1818 കൂടെ തേർഡ് ആംഗ്ലോ മറാത്ത വാർ കഴിയുന്നു. മറാത്ത സാമ്രാജ്യം മുഴുവനായിക്കൊണ്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വരാൻ വേണ്ടി പോകണം. അപ്പൊ ഇത്രയും കാലം പെഷ്വയിൽ ഉണ്ടായിരുന്നത് മറാത്താസിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മൂപ്പരുടെ പോസ്റ്റ് അങ്ങ് ഇല്ലാണ്ടാക്കി, ഡീത്രോൺമെന്റ് ചെയ്തു. എന്നിട്ട് ചെയ്തു, മറാത്താസിനെ ഒഴിവാക്കിയിട്ട് അവിടെ ഇനി മുതൽ ഇത് ബോംബെ പ്രസിഡൻസി ആണെന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ബോംബെയിൽ ഓൾറെഡി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്, ഇനി ഇത് ബോംബെ പ്രസിഡൻസി ബ്രിട്ടീഷിന്റെ വലിയൊരു അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരികയാണെന്ന് പറഞ്ഞു. മോർ ഓവർ വാട്ട് വി ക്യാൻ സീ, ഇത്രയും കാലം പെഷ്വ എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി മറാത്താസിന്റെ സൗത്തിൽ ഉണ്ടായിരുന്ന പ്രദേശം ഉണ്ടല്ലോ, ഇവിടെ സത്താര എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്ന രാജാവിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു. ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് സത്താര എന്ന് പറയുന്നത് വീണ്ടും റീ എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നാൽ പിന്നീട് ഈ സത്താര എന്തുണ്ട്, ബ്രിട്ടീഷുകാർ വീണ്ടും പിടിച്ചെടുക്കുന്നുണ്ട്. അതായത് സത്താര എന്ന് പറയുന്ന പ്രദേശത്തെ വീണ്ടും ഒന്ന് ഉണർത്തിയെടുക്കുന്നത് ഇംഗ്ലീഷുകാരാണെങ്കിലും 1848 ഡോക്ട്രിൻ ഓഫ് ലാപ്സ് സബ്സിഡറി സിസ്റ്റത്തെ പോലെ പറയുന്ന മറ്റൊരു തിയറിയാണ് എന്ത്,
ഡോക്ടർ ഓഫ് ലാബ്സ്, അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സത്താരയെ പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പിന്നീട് വഴിയെ പറയാം. സോ സിംപ്ലി ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 3 ആംഗ്ലോ മറാത്ത വാറുകൾ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ വാർ ഓഫ് സക്സഷൻ ആണ്. രഘുനാഥ് റാവു എന്ന് പറയുന്ന ആള് പെർഷ്വാഷിപ്പ് കിട്ടാൻ വേണ്ടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അപ്രോച്ച് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം. രണ്ടാമത് നടക്കുന്നത് മറാത്ത ചീഫുമാര് വിഭജിച്ചിട്ടുണ്ടായിരുന്നു, അവർക്കിടയിൽ സബ്സിഡറി വരികയാണ്. മൂന്നാമത് എന്താണ്, ഇവരും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു ചെറുത്തെടുപ്പ് നടത്താൻ വേണ്ടി പോവാണ്. ഫൈനലി 1818 പെഷ്വാഷിപ്പ് ഇല്ലാണ്ടാകുന്നു, കിങ്ഡം ഓഫ് സത്താര റീസ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ 1857 റിവോൾട്ടിന് മുമ്പുള്ള ഏതാനും ചില പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. സോ ഇത്രയാണ് മറാത്ത സാമ്രാജ്യത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഹോപ്പ് ദിസ് സെഷൻ വാസ് ക്ലിയർ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.